ബാലകൃഷ്ണൻ ഇന്ന് സഭയിൽ വീണ്ടും പി കിറ്റ് ചർച്ചാ വിഷയമായി. അസാധാരണ കാലത്തെ അസാധാരണ നീക്കം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ചില കത്തുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. 550 രൂപയ്ക്ക് കിറ്റ് കിട്ടുമായിരുന്നു, പക്ഷേ അത് 1550 രൂപയ്ക്ക് വാങ്ങി. അതുവഴി CAG റിപ്പോർട്ട് പ്രകാരം 10 കോടി രൂപയുടെ നഷ്ടം. ലോകായുക്തയുടെ കേസ് റിപ്പോർട്ട് 700 കോടിയാണ് നഷ്ടമായിട്ട് പറയുന്നത്. അപ്പോൾ നിലവിൽ പി കിറ്റിൽ വ്യക്തത വേണ്ടേ? വ്യക്തത വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2022 ഈ വിവാദം ആരംഭിക്കുന്നത്. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് CAG ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ചോർന്ന് പ്രതിപക്ഷത്തിന് കിട്ടുന്നു. എന്താണ് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട്? 2020-21 കാലഘട്ടത്തിലെ സർക്കാരിൻ്റെ ചെലവിനെ ഓഡിറ്റ് ചെയ്തിട്ട് CAG സർക്കാരിലേക്ക് ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കൊടുക്കും. ആ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൻ്റെ മേലിൽ സർക്കാരിൻ്റെ വിശദീകരണം തേടും. ആ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്തിമ റിപ്പോർട്ട് CAG സമർപ്പിക്കുക, സർക്കാരിന് നൽകുക. ആ അന്തിമ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കണം. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ PPE കിറ്റിൻ്റെ കാര്യത്തിനകത്ത് വഴിവിട്ട് പണം ചെലവാക്കിയിട്ടുണ്ട്, ചില കമ്പനികളെ പ്രത്യേകമായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അന്ന് പിന്നെ KK ശൈലജ അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അന്നത്തെ അടിയന്തര സാഹചര്യത്തിൽ അന്ന് ചെയ്ത ഒരു കാര്യമാണ് എന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, രോഗികളെ വലയ്ക്കാൻ കഴിയില്ല, ആ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് സർക്കാർ ചെയ്തതെന്നുള്ളൊരു വിശദീകരണമാണ് അന്ന് നൽകിയിരുന്നതെന്ന് മാത്രമല്ല അക്കാര്യത്തിൽ തനിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി അന്ന് KK ശൈലജ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും അതൊരിക്കൽ കൂടി വിവാദമാകുന്നതിൻ്റെ കാര്യം ഈ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴാണ്. ആ ഫൈനൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകണ്ട. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, അനിത ടെക്സിക്കോട്സിൽ നിന്നാണ് 25,000 കിറ്റ് വാങ്ങിക്കാൻ ആദ്യം ആലോചിച്ചിരുന്നത്. അവരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനിത ടെക്സിക്കോട്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ബയോമെഡിമിക്സിൻ്റെ പിന്നെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് 550 രൂപയാണ് അനിത ടെക്സിക്കോട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്, അല്ലേ? 472 രൂപ 50 പൈസയ്ക്കാണ് ന്യൂ കെയർ ഹൈജീൻ പ്രോഡക്റ്റിൻ്റെ PPE കിറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ബയോമെഡിക്സിൻ്റെ 483 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവരിൽ നിന്നൊക്കെ PPE കിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വിപണിയിലെ അന്നത്തെ വിലയായിട്ട് സർക്കാർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് 545 രൂപയാണ്. 545 രൂപയാണ് വിപണി വിലയായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിയമം? വിപണി വിലയിൽ താഴ്ന്നോ അല്ലെങ്കിൽ വിപണി വിലയ്ക്ക് അനുസൃതമായിട്ട് വേണം ഈ PPE കിറ്റ് വാങ്ങിക്കാൻ എന്നുള്ളതാണ്. അത് ഏത് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അങ്ങനെയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? 550 രൂപയ്ക്ക് 25,000 PPE കിറ്റുകൾ നൽകാനായിട്ട് അനിത ടെക്സിക്കോട്സ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ആ ഓർഡർ ഇന്ന് പിന്നെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് സർക്കാർ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. വില കുറയ്ക്കാൻ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 550 രൂപയ്ക്ക് 10,000 PPE കിറ്റുകൾ അവരിൽ നിന്ന് വാങ്ങുന്നു. 25,000 അവർ നൽകാൻ തീരുമാനിച്ചിരുന്നത്. അവർ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് 50% രൂപ പ്രൈസ് അഡ്വാൻസ് ചെയ്യണം, 50% ഡെലിവറിയുടെ സമയത്ത് തന്നാൽ മതി എന്ന് മാത്രമല്ല 550 റുപ്പീസ് പ്ലസ് 12% GST കൂടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ അവർ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന് പൈസ കുറയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത് കാണിച്ചുകൊണ്ട് അന്ന് തന്നെ സർക്കാർ ഈ പറയുന്ന സാൻഫാർമ എന്ന് പറയുന്ന മഹാരാഷ്ട്ര കമ്പനിക്ക് അങ്ങോട്ടേക്കൊരു മെയിൽ അയക്കുകയാണ്, നിങ്ങളിൽ നിന്ന് 15,000 കിറ്റുകൾ ഞങ്ങൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവരൊരു കോട്ട് തരുന്നുണ്ട്. ആ കോട്ടും ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്താണ് ഈ 1550 രൂപ കോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ ഇന്ന് 15,000 രൂപ വാങ്ങിക്കുന്നു. അതായത് ഇതിനിടയിൽ VD സതീശൻ പറയുന്നത് 1.25 മണിക്കൂറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്നാണ്. ശരിയാണ്. ആ മെയിൽ ഞാൻ പരിശോധിച്ചു. മെയിൽ പരിശോധിക്കുമ്പം അനിത ടെക്സിക്കോട്സുമായിട്ടുള്ള ഇടപാടിൽ 5:55 ആ മെയിൽ പോകുന്നത്. 550 രൂപ നെഗോഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് 10,000 അവരിൽ നിന്ന് വാങ്ങിക്കുന്നു. അടുത്തത് 7:45 പോകുന്നത്. അവരുമായിട്ടുള്ള മെയിൽ അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. അവരുടെ കോട്ട് ഇങ്ങോട്ട് വരുന്ന 1550 രൂപയാണ്. അങ്ങനെ 3 ഇരട്ടി പൈസയ്ക്ക് അന്ന് തന്നെ അടുത്ത കോട്ടും പോകുന്നു. ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സുതാര്യതയില്ലായ്മയുണ്ട്. ഈ സുതാര്യതയില്ലായ്മയാണ് ഇപ്പോൾ പിന്നെ CAG മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, 15,000 PPE കിറ്റുകൾ ഇവരിൽ നിന്ന് വാങ്ങുമ്പോൾ 100% പണം അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ പർച്ചേസ് മാനുവലിന് എതിരാണ്. 50% നമ്മൾ കൊടുക്കേണ്ടത്, എന്നിട്ട് ഡെലിവറി കഴിയുമ്പോഴാണ് 50% ബാക്കി കൊടുക്കേണ്ടത്. ആ പർച്ചേസ് മാനുവലിന് എതിരായിട്ടാണ് ഇവർ ഈ പറയുന്ന 100% അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നം വരുന്നു. ആ സമയത്തും സർക്കാരിനൊരു വാദമുണ്ട്. അത് CAGക്ക് കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ അവർ പറയുന്നത് ഞങ്ങൾ 50,000 PPE കിറ്റ് വാങ്ങിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ 29% ആണ് കൊടുത്തിരിക്കുന്നത്. അത് കണക്ക് കറക്റ്റാണ്, 15,000 ആണ് എങ്കിൽ. പക്ഷേ അവരുടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഒറിജിനൽ ഡോക്യുമെൻ്റ് 15,000 ഇവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒരു സുതാര്യതയില്ലായ്മ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്ന സമയത്താണല്ലോ ഈ വട്ടിയൂർക്കാവിലെ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വീണ എസ് നായരെ കൊണ്ടൊരു കേസ് കോൺഗ്രസ് കൊടുപ്പിക്കുന്നത് ലോകായുക്തയിൽ. ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് സർക്കാർ പോവുകയും ഹൈക്കോടതി ആ വാദം തള്ളിക്കൊണ്ട് ലോകായുക്ത ഇത് അന്വേഷിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. ആ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ പറയുന്ന CAG റിപ്പോർട്ടിൻ്റെ 77-ാമത്തെ പേജിൽ പറയുന്നത് 24 കോടി രൂപയുടെ പർച്ചേസ് അവർ പരിശോധിക്കുമ്പോൾ 10,23,00,000
അധിക ചിലവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഖജനാവിന് അത്രയും പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് CNDG കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഇവരുടെ കേസ് എന്താ? ഈ കേസ് എന്ന് പറയുന്നത് PPE കിറ്റ് വാങ്ങിയതിനകത്ത്, അതുപോലെ തന്നെ ഗ്ലൗസ് വാങ്ങിയതിനകത്ത്, തെർമോമീറ്റർ വാങ്ങിയതിനകത്ത്, ഫ്രിഡ്ജ് വാങ്ങിയതിനകത്ത്, വെന്റിലേറ്റർ വാങ്ങിയതിനകത്ത്, ഈ രീതിയിൽ ഒക്കെയുള്ള വലിയ പർച്ചേസ് നടന്നതിനകത്ത് 700 കോടിയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ CNDG ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 24 കോടിയുടെ പർച്ചേസാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. അതിനകത്ത് 10 കോടി 23 ലക്ഷത്തിൻ്റെ അധിക ചെലവാണ് ഖജനാവിൽ ഉണ്ട് എന്ന് പറയുന്നത്, നഷ്ടമായിരിക്കുന്നത് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഒരു സുതാര്യതയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അന്വേഷിക്കപ്പെടണം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ വേണ്ടിവരുന്നു. പക്ഷേ അടിയന്തരമായ സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ വേണ്ടിവരുമ്പോൾ തന്നെ അത് ആരെങ്കിലും മുതലാക്കുന്നുണ്ടോ, ആർക്കെങ്കിലും ഫേവറബിളായി പോകുന്നുണ്ടോ എന്നുള്ളത് അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നമാണ്. അത് കൃത്യമായി ഉറപ്പിക്കാനും അത് സുതാര്യമാക്കാനും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലഭ്യമായിരിക്കുന്ന രേഖകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖ ഇന്ന് സഭയിൽ വെച്ചപ്പോൾ അത് പരിശോധിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം അടിയന്തരമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രേഖ എന്നുള്ള നിലയ്ക്ക് പരിശോധിക്കാതെ മുഖ്യമന്ത്രിക്ക് അത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സർക്കാർ അത് പരിശോധിക്കട്ടെ, അതിനകത്തൊരു വ്യക്തത വരുത്തട്ടെ. ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.